നിലമ്പൂരിലേക്കാണ്. നിലമ്പൂർ മാത്രമാണ് ചർച്ചാ വിഷയം. നമുക്കറിയാം ഈ അവസാനവട്ടം ഇനി സ്പെക്കുലേഷൻ ഒന്നും വലിയ കാര്യമില്ല, അവകാശവാദങ്ങളിൽ നിന്നും കാര്യമില്ല എനിക്കറിയാം. പക്ഷേ ആത്മവിശ്വാസം ഉണ്ടാകുമല്ലോ. ഓരോരുത്തർക്കും പറയാൻ കാര്യങ്ങളുണ്ട്. അതിന് 8 മണി വരെ മാത്രമാണ് സമയമുള്ളത് എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഫലം വന്നു കഴിയുമ്പോഴായിരിക്കും പറയാനുള്ളത്. പക്ഷേ എന്തൊക്കെ ചർച്ചയായി, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതൊക്കെ വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. നമുക്ക് BJP-യിൽ നിന്ന് ഗോകുൽ ഗോപിനാഥ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗോകുൽ, പ്രതീക്ഷ എന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും നടന്നപ്പോഴെല്ലാം, ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം അടിസ്ഥാനപരമായി ഏറെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ NDA സ്ഥാനാർത്ഥികൾ പടിപടിയായി വോട്ട് ഷെയർ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിനെ സംബന്ധിച്ച് കാണാൻ കഴിഞ്ഞത്. ഇത്തവണയും എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് NDAയും BJPയും വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടെ ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി കൈവശം വെച്ച അവകാശം പോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലമ്പൂർ മണ്ഡലം, അവരുടെ തീരവകാശങ്ങൾക്ക് മുകളിൽ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ച ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള സമൂഹത്തിനിടയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഏകദേശം 10-16 ദിവസം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അമരമ്പലം പോത്തുകൽ പഞ്ചായത്തായിരുന്നു എൻ്റെ ചുമതല. പോത്തുകൽ എന്ന് പറയുന്നത് ശ്രീ M. സ്വരാജിൻ്റെ LDF സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്താണ്. ഞെട്ടിക്കുളം എന്ന പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രദേശം. 25 ST കോളനികളുണ്ട്. ഈ 25 ST കോളനികളുടെ, ഈ ആദിവാസി കോളനികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ പ്ലാസ്റ്റിക് കൂടുകൾ മേഞ്ഞ കുടിലുകളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആദിവാസികളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതുപോലെ തന്നെ അമരമ്പലം പഞ്ചായത്ത് എടുത്താൽ ആ പഞ്ചായത്തിൽ SC കോളനികൾ, ദളിതരായിട്ടുള്ള മനുഷ്യർ താമസിക്കുന്ന കോളനികൾക്കകത്ത് നമുക്കൊരിക്കലും ഈ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നമുക്ക് സമാനമായ കാഴ്ച കാണാൻ കഴിയില്ല. 20-25 വർഷങ്ങളായി നമ്മൾ ഈ തുണിക്കടകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളുണ്ട്. ഈ പ്ലാസ്റ്റിക് കവറുകൾ തുന്നിക്കോർത്ത് അത് മേൽക്കൂരയാക്കി അവിടെ താമസിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ ഈ പഞ്ചായത്തുകളിലെ കോളനികൾക്കകത്തുണ്ട്. അപ്പോൾ ഇടത് വലത് മുന്നണികളും അവരുടെ സ്വതന്ത്രന്മാരും കാലാകാലങ്ങളായി അവരുടെ ജന്മാവകാശം പോലെ വെച്ച് അനുഭവിച്ചിരുന്ന, അവരുടെ വീടുകളിൽ നിന്ന് MLA-മാരെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, വികസനം പോലും എത്താത്ത കാഴ്ചയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് 15 വയസ്സുകാരനായിട്ടുള്ള അനന്തു എന്നൊരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടത്, നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടത്. എങ്ങനെ ആ സാഹചര്യം ഉണ്ടാകുന്നത്? വികലമായിട്ടുള്ള വനം നിയമങ്ങൾ, കേരളത്തിലെ ഗവൺമെൻറ് വനം വകുപ്പ് എടുക്കുന്ന വികലമായ സമീപനങ്ങൾ, പന്നിക്കെണിയിൽപ്പെട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി പന്നിക്കെണിയിൽപ്പെട്ടാണ് ആ കുഞ്ഞ് മരണപ്പെട്ടത്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ അവിടുത്തെ അധികാരികൾക്കോ ഇത്തരത്തിലുള്ള അനധികൃതമായ വന്യജീവികളെ കൊടുക്കാനുള്ള കെണികൾ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. അവിടുത്തെ മനുഷ്യരെ കുരുതി കൊടുക്കുന്ന സാഹചര്യമാണ് അവിടുത്തെ വനം മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായപ്പോഴാണ് ഇടത് വലത് മുന്നണികൾ അവരുടെ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് കാർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. UDF-ൻ്റെ നേതൃത്വത്തിൽ ജമായത്ത് ഇസ്ലാമിയെയും LDF-ന് PDP-യുടെയും പിന്തുണ അവർക്കാണ് എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. അവരാ പിന്തുണ സ്വീകരിക്കുന്നു. ഇത്തരത്തിൽ വർഗീയ കാർഡ് ഇറക്കി വികസന ചർച്ചയെ ഇല്ലാതാക്കാൻ, വികസനത്തിൻ്റെ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന BJP-യുടെ ശബ്ദം ഇല്ലാതാക്കാൻ വലിയ ശ്രമമാണ് നടന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടില്ലേ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പുതിയൊരു വ്യാജ വാർത്ത വരികയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ, ആ ചാനൽ പുറത്തുവിടുകയാണ്, BJP സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ് BJP-ക്കെതിരെ പ്രതികരിക്കുന്നു, BJP-യുടെ വോട്ടുകൾ UDF-ലേക്ക് കടന്നു പോകും എന്ന രീതിയിലേക്കുള്ള വ്യാജ വാർത്ത വരുന്നു.
അപ്പോൾ കൃത്യമായി ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഇപ്പോൾ ഇന്ന് റിസൾട്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത്, വികസന മുരടിപ്പ് ചർച്ച ചെയ്തത്, മനുഷ്യരുടെ ജീവൽ പ്രശ്നം ചർച്ച ചെയ്തത് NDAയും BJPയുമാണ്. BJPയാണ് അവിടെ രാഷ്ട്രീയ സ്ട്രാറ്റജി അവിടെ കൃത്യമായി മുന്നോട്ട് വെച്ചത്. അതിന് ചുറ്റും നിന്ന് കറങ്ങുന്ന രീതിയാണ് UDFും LDFും സ്വീകരിച്ചത്. ഈ നിലമ്പൂർ നമുക്കറിയാം, നിലമ്പൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് നിലമ്പൂരിലെ ഒരു ക്യാൻസർ സെൻറ്റർ. നമുക്ക് നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രധാനമായിട്ടുള്ള തിരുവനന്തപുരം വരെ നീളുന്ന ഒരു ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ്. നിലമ്പൂരിൽ അവിടെ നമ്മൾ ചെന്ന് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ഈ രാജറാണി എക്സ്പ്രസ് എന്നല്ല അവിടെ നാട്ടുകാർ പറയുന്നത്, ക്യാൻസർ വണ്ടി എന്നാണ്. എന്താണ് അതിന് കാരണം? അവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും ഈ പറയുന്ന രീതിയിൽ ക്യാൻസർ രോഗികളുണ്ട്. അവർ RCCയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ രാജറാണി എക്സ്പ്രസ്. അപ്പോൾ അതിനെ ക്യാൻസർ വണ്ടി എന്ന ഒരു കളിപ്പേരിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്യാൻസർ രോഗികളിൽ അവിടുത്തെ മനുഷ്യരുടെ രോഗം, അവിടുത്തെ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങൾ, ഇതൊന്നും പരിഹരിക്കാൻ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ LDFും UDFും മാറി മാറി നടത്തിയില്ല. ഇവർ അൻവർമാരുടെ പിറകെയും അവരുടെ വ്യാജമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ പിറകെയും പോകുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ BJPയും NDAയും കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി, ഇവരുടെ പ്രീണന വർഗീയ രാഷ്ട്രീയം തുറന്നു കാട്ടിയതിൻ്റെ ഭാഗമായി ആ മണ്ഡലത്തിൽ NDAയുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വികസന മുന്നേറ്റങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി കൃത്യമായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDAയ്ക്കും BJPക്കും ഉണ്ടാവും. ആ മുന്നേറ്റം എന്ന് പറയുന്നത് കേവലം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിൽ അവസാനിക്കുന്ന മുന്നേറ്റമല്ല, മറിച്ച് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ചൂണ്ടുപലകയായി, ദിശാസൂചികയായി ഈ തിരഞ്ഞെടുപ്പ് മാറും. അത് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതിയോ മതമോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് അവിടുത്തെ ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങൾ BJPക്കൊപ്പമാണ്, മനുഷ്യരുടെ മനസ്സ് BJPക്കൊപ്പമാണ്. ചില സാമൂഹിക സാഹചര്യങ്ങൾ അവരുടെ വോട്ടിങ്ങിലേക്ക് അത് പ്രതിഫലിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അതിനെ കൃത്യമായി വോട്ടിങ്ങിലേക്ക് പ്രതിഫലിക്കാൻ ഭാവിയിൽ കൃത്യമായി ഇടപെടൽ BJP നടത്തും. അതേസമയം മറ്റൊരു കാര്യം, ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രക്രിയയുടെ സമയത്ത് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ NDA വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. വികസനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമല്ല അടിസ്ഥാനപരമായി ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നവ്യ ഹരിദാസ് ചെയ്തതും അത് തന്നെയാണ്. നിലമ്പൂരിലായാലും അതിൻ്റെ ഗുണം നവ്യ ഹരിദാസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, അത്തരം അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് പോയതിൻ്റെ ഒരു ഗുണമൊക്കെ. പക്ഷേ എന്തിനാണ് ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ഈ ഇലക്ഷനെ, മറ്റു മുന്നണികൾ ഈ ഇലക്ഷനെ നേരിട്ടത് എന്ന് പറയുന്നത്? ഈ നിലമ്പൂരിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു ഘടകമായി NDA വിലയിരുത്തിയത്? നിലമ്പൂർ നമുക്കറിയാം 50% മുസ്ലിം പോപ്പുലേഷനുള്ള ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. ഹിന്ദുക്കളും അതിനോടടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഈ മുസ്ലിം വോട്ടിനെ ലാക്കാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ പ്രത്യേകതരം വർഗീയ സ്വഭാവമുള്ള സംഘടനകളെ കൂടെ നിർത്തിയാൽ ഈ മനുഷ്യരുടെ, ഇവർ മുസ്ലിം എന്നും ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്നുണ്ട്. ഇത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇത് എത്രത്തോളം വിലപ്പോകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇവർ ഈ വർഗീയ കാർഡ് ഇറക്കിയത് കൃത്യമായി മത വൈകാരികതയെ ഉണർത്തി അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ തന്നെയാണ്. എനിക്ക് അതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള M സ്വരാജ് PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും PDPയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ PDPയെ ഞങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സ്വരാജ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സ്വരാജിന് ഒരു സക്കീറിനെ, MA സക്കീറിനെ ഓർമ്മയുണ്ടോ എന്നാണ് BJPക്ക് ചോദിക്കാനുള്ളത്. ഇവർ PDP എന്ന വർഗീയ സംഘടനയെ, മദനിയുടെ സംഘടനയെ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് പോലും പറയാൻ കഴിയാതെ വർഗീയ കാർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഈ സംഘടനയെ വാരിപ്പുണരുമ്പോൾ MA സക്കീർ എന്ന് പറയുന്ന തിരുവനന്തപുരം ലോ കോളേജിലെ SFIയുടെ ചെയർമാനായ ദിവസം PDPക്കാർ അരിങ്കൊല ചെയ്ത, വെട്ടിക്കൊലപ്പെടുത്തിയ പെരുമാതുറക്കാരൻ MA സക്കീറിൻ്റെ മുഖം നിങ്ങൾക്ക് മനസ്സിൽ തെളിയുന്നുണ്ടോ?
രക്തസാക്ഷികളെ ഒറ്റുകൊടുത്തിട്ടാണ് ഇവർ PDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ തേടുന്നത് എന്നുള്ളത് CPMകാരും പൊതുജനവും മനസ്സിലാക്കിക്കോണം. ഇവർ രക്തസാക്ഷികളെ വലിയ ഉദ്ഘോഷിച്ചുകൊണ്ട് വലിയ പ്രതീകങ്ങളായി പറയുമ്പോൾ അതേ രക്തസാക്ഷികളുടെ ചോര കുടിച്ച ചെന്നായ്ക്കളെ തന്നെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇവർ കെട്ടിപ്പിടിക്കുന്നത് വാരിപ്പുണരുന്നത് കേരള സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഈ തിരഞ്ഞെടുപ്പിൽ BJP ചർച്ച ചെയ്തിട്ടുണ്ട്, NDA ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ വർഗീയ കാർഡുകളൊന്നും വിലപ്പോകാത്ത രീതിയിൽ ഭാവി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മുന്നേറ്റമായി ഈ തിരഞ്ഞെടുപ്പ് മാറും. ഈ NDA കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ട വിഷയമല്ല എങ്കിൽ പോലും താങ്കൾ പന്നിക്കണ്ണി അടക്കമുള്ള കർഷകരുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനപരമായി കഴിഞ്ഞ ഘട്ടത്തിൽ സംസാരിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരാൻ പോവുകയാണ്. ഓരോ പഞ്ചായത്തുകളിലും പിടിക്കുന്ന വോട്ടുകൾ, ഓരോ വാർഡുകളിലും പിടിക്കുന്ന വോട്ടുകൾക്ക് വളരെ നിർണായകമായ സ്ഥാനമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം വളരെ വളരെ മുന്നേ തന്നെ ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ്. വളരെ കൃത്യമായി അടിത്തറയുള്ള ഒരു പ്രചരണത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടി ഈ ഫലത്തെ NDA വിലയിരുത്തുക? ഇവിടെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് ഓരോ ബൂത്തിലും ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ എന്ന് പറയുന്നത് ഇപ്പോൾ BJPക്കോ NDAക്കോ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ അത്ര സംഘടനാശേഷിയുള്ള പ്രദേശമല്ല. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ എടുത്തത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിജയ പരാജയങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവിടെ സംഘടനയെയും രാഷ്ട്രീയത്തെയും കൃത്യമായി ആഴത്തിൽ വേരുറപ്പിക്കുക എന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് നടത്തിയത്. ആ രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് ആ നാട്ടിലെ മനുഷ്യർ, 7 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയുമുണ്ട്. ഞാനതാണ് നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത്. അവിടുത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യർ, അവിടുത്തെ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരും ഒരു വിഭാഗം ആളുകൾ അവരുടെ എല്ലാം ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന വർഗമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. മധ്യവർഗം എന്ന സാഹചര്യം ഈ പ്രദേശങ്ങളിലില്ല. അതിന് കാരണമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വേതനങ്ങൾ ലഭിക്കാത്തതാണ്, കൃത്യമായ തൊഴിൽ സാധ്യതകളില്ലാത്തതാണ്. നമ്മൾ നോക്കൂ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു രീതിയിലും ഒരു സർക്കാർ വ്യവസായമില്ല. സർക്കാർ വ്യവസായമില്ലാത്ത ഒരു നിയമസഭാ മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയമസഭ. അപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ അവിടെ ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അവിടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനകത്ത്, ഗവൺമെൻറ് കോളേജിനകത്ത് കെട്ടിടമില്ല. ഈ പറയുന്ന രീതിയിൽ ഓരോ വർഷവും ഓരോ വാടക കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കോളേജുള്ള മണ്ഡലമാണ്. സ്വന്തമായൊരു കോളേജ് ഉണ്ടെങ്കിലും സ്വന്തമായി കെട്ടിടമില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ LDFും UDFും കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ MLAമാരെ തിരഞ്ഞെടുത്ത് മന്ത്രിമാരെ തിരഞ്ഞെടുത്ത് ഒക്കെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ നമുക്കറിയാം ഈ യുവാക്കൾക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് കിട്ടേണ്ട വികസനത്തിൻ്റെ നേട്ടം കിട്ടാത്തൊരു പ്രദേശമാണ് നിലമ്പൂർ മണ്ഡലം. അതുപോലെ തന്നെ നമുക്കറിയാം നിലമ്പൂർ തേക്ക്. നമ്മളെല്ലാം നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് നിലമ്പൂർ തേക്കിനെ കുറിച്ചാണ്. ഈ നിലമ്പൂർ തേക്കിൻ്റെ വാണിജ്യമായിട്ടുള്ള പ്രത്യേകതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ സാമൂഹിക ഘടനയ്ക്കും സാമ്പത്തിക ഘടനയ്ക്കും ഉപയോഗപ്പെടാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു വലിയ വളർച്ച ഉപയോഗപ്പെടുത്തിയെടുക്കാൻ ഇതുവരെയും ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനകത്ത് കൃത്യമായിട്ടും ശക്തമായിട്ടുമുള്ള മുന്നേറ്റം. ഇപ്പോൾ അവിടെ ആകെ നമുക്ക് BJPക്കും NDAക്കുമുള്ള ഒരു കൗൺസിലർ എന്ന് പറയുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള ഒരു കൗൺസിലർ മാത്രമാണ്. ഈ ഒന്നെന്ന് പറയുന്നത് കൃത്യമായിട്ട് വലിയ അംഗസംഖ്യയായിട്ട് വരും. കൃത്യമായി ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ അടിസ്ഥാന ഭാഗത്ത് കൃത്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ജനസമ്പർക്കം നടത്തുമ്പോൾ, ഗൃഹസമ്പർക്കം നടത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ സ്ത്രീകൾ, ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഈ പുതിയ വോട്ടർമാരും NDAക്കൊപ്പമാണ്. കാരണം അവർക്ക് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. അവിടുത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കകത്ത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേക തരത്തിലുള്ള ചില അടിച്ചമർത്തലുകൾ, ചില
ഭയപ്പെടുത്തലുകൾ കാരണം അവർക്ക് പുറത്ത് ആ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ ആ നിലപാട് കാണിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ നിലപാട് അവർ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ അവർ തിരഞ്ഞെടുക്കും, അവരത് പ്രകടിപ്പിക്കും. അത് കൃത്യമായി NDAക്കും BJPക്കും ഗുണകരമായി മാറും. അവിടുത്തെ ഈ പറയുന്ന 7-ൽ മഹാഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും NDAയും BJPയും നേടിയെടുക്കുന്ന വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ.